റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് രാത്രി നമസ്കാരം പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത്ര നമസ്കരിച്ചോളൂ എന്ന് പ്രവാചകൻ അനുവാദം നൽകിയിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ അത് കാണാം. ഉദാഹരണത്തിന് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അംർ ഇബ്നു അബസ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖുൽതു ഹൽ മിൻ സഅത്തിൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഉഖ്റാ. അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വല്ല വക്തുമുണ്ടോ മറ്റൊന്നിനെ അപേക്ഷിച്ച്? പ്രവാചകൻ പറഞ്ഞു, നഅം, ഉണ്ട്. ജൗഫുൽ ലൈലിൽ ഔസതു, രാത്രിയുടെ മധ്യത്തിലെ ഏറ്റവും അതിൻ്റെ ഘനീഭവിച്ച സന്ദർഭമാണ്, അഥവാ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ തുടക്കത്തേക്കാൾ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം പ്രധാനപ്പെട്ടതാണെന്ന് പ്രവാചകൻ പറയുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഫസല്ലി മാ ബദാലക്, നിനക്ക് ഇഷ്ടമുള്ളത്ര, നിനക്ക് സാധിക്കുന്നത്ര നീ നമസ്കരിച്ചോ. ഹത്താ യത്ലു അസ്സുബ്ഹു, സുബഹി ആകുന്നത് വരെ. അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല, സ്വല്ലി മാ ബദാലക് എന്നാണ്. ബദാലക് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എത്രയാണോ തോന്നുന്നത് അത്രയും നമസ്കരിച്ചോ. ഏതുവരെ? സുബഹി വരെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ആ വിഷയത്തിലുണ്ട്. മറ്റൊരു റിവായത്തിൽ ഇമാം തൊബറാനിയുടെ മുഅ്ജമുൽ കബീറിലുള്ളത് സ്വല്ലി മാ ശിഅത, നീ ഉദ്ദേശിക്കുന്ന അത്രയും നമസ്കരിച്ചോ എന്നാണ്. എണ്ണം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന അത്രയും നമസ്കരിക്കാം, പ്രത്യേകിച്ചും അവസാന വക്ത്. ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഈ ശ്രേഷ്ഠ സമയത്തെക്കുറിച്ച് പറഞ്ഞത് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയമാണ്. ഫഇനിസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സ്സഅ ഫകുൻ, ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുവാൻ അല്ലെങ്കിൽ രാത്രി നമസ്കരിക്കുവാൻ നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ ആ സമയം ഉപയോഗപ്പെടുത്തണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന സ്വലാത്ത മഷ്ഹൂദത്തുൻ മഹ്ലൂറ, ആ നമസ്കാരം പ്രത്യേകം സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. അപ്പോൾ അർദ്ധരാത്രിക്ക് ശേഷം നമസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല ഇഷ്ടമുള്ളത്ര നമസ്കരിച്ചോളൂ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 11 അധികരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അതേ ഹദീസിൽ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ 7 കുറവും നമസ്കരിച്ചിട്ടില്ല. വലാ ബി അൻഖസ മിൻ 7, 7 കുറവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമസ്കരിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം 1 റക്അത്ത് നമസ്കരിച്ചാൽ അത് തെറ്റാണ് എന്നാണോ? 3 റക്അത്ത് നമസ്കരിച്ചാൽ അത് ബിദ്അത്താണ് എന്നാണോ? 5 റക്അത്ത് നമസ്കരിച്ചാൽ അത് പാടില്ലാത്തതാണ് എന്നാണോ? അല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അങ്ങനെയായിരുന്നു. 7 കുറവ് അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ചിട്ടേ ഇല്ല. എന്നാൽ 1 റക്അത്ത് വരെ നമസ്കരിക്കാൻ അനുവാദമുണ്ട്. എന്നതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ 11 കൂടുതൽ അല്ലെങ്കിൽ 13 കൂടുതൽ നമസ്കരിച്ചിട്ടേ ഇല്ല. എന്നാൽ അതിൽ കൂടുതൽ നമസ്കരിക്കാമോ? ഇഷ്ടമുള്ളത്ര നമസ്കരിക്കാമെന്ന് പ്രവാചകൻ പറഞ്ഞു. അതുകൊണ്ടാണ് സ്വഹാബികളടക്കം ഈ ഉമ്മത്തിലെ ആദ്യ തലമുറയിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും സലഫുസ്സാലിയങ്ങളും മുഹദ്ദിസുകളും മുഫസ്സിറുകളും മദ്ഹബിൻ്റെ ഇമാമിങ്ങളും എല്ലാം തന്നെ രാത്രി നമസ്കാരം അത് എണ്ണം ആ നിലക്ക് ക്ലിപ്തപ്പെടുത്തപ്പെട്ടതല്ല. ഇഷ്ടമുള്ളത്ര നമസ്കരിക്കുന്നതിൽ വിരോധമില്ല. എങ്കിലും ദൈർഘ്യം കൂട്ടി എണ്ണം കുറച്ചാൽ അതാണ് അഫ്ദൽ.